ഹലോ ഗായ്സ്, എൻ്റെ പേര് സുധി. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റ് നമ്മളെ വേൾഡ് എക്സ്പ്ലോറേഷൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സുധീൻ്റെ വേറൊരു വേൾഡിലോട്ടാണ്. സുധീൻ്റെത് ഏറ്റവും ഓൾഡസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ലെറ്റ്സ് പ്ലേ സീരീസാണ്. അവൻ ബെഡ് റോക്കിലാണ്. സോ ഞാൻ അപ്പോൾ അതിൽ ജോയിൻ ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ ഡൗൺലോഡിങ് ഗൈസ്. ഇവിടുത്തെ ഡ്രാഗനക്കും പിന്നെ ഒരു ലാമയൊക്കെ അവിടെ ഫുൾ നെതറൈറ്റ് ഗിയറാണ്. നമുക്ക് ഫുൾ അങ്ങ് എടുത്തേ ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഈ ബാരലും കൂടി അടിച്ച് മാറ്റി കൊണ്ടുപോകാം. സോ നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ സുധിയണ്ണ അറിയാതെ നമുക്ക് ഇവിടുത്തെ ഫുള്ള് സാധനങ്ങൾ അടിച്ച് മാറ്റി കൊണ്ടുപോകണം. അതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ഗോൾ. അതാണ് ഫുള്ളടിച്ച് മാറ്റി കൊണ്ടുപോവുക. ഓക്കെ, ഇതാരടാ? അയ്യോ അടിക്കല്ല. കറങ്ങി കളിക്ക്. തിന്നറ ഡാൻസ് കളിക്കുക. അവനവിടെ വിട്ടേക്കാം. അവൻ കറങ്ങി കളിച്ചോട്ടെ. നമുക്കെന്തായാലും ഫസ്റ്റ് ഈ ആർമർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടേക്കാം. ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റ് ഇല്ലേ അല്ലേ? ഓക്കെ, ഹൈലൈറ്റർ ഉണ്ട്. പക്ഷേ ചെസ്റ്റ് പ്ലേറ്റ് എൻട്ര ചെസ്റ്റിൽ നോക്കിയോക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന്. അതെ കിടപ്പ് ഇതുണ്ട്. കുറച്ച് ഫുഡൊക്കെ ഉണ്ട്. ഇതെന്താ നെതറൈറ്റ്? ഓക്കെ, ഷീൽഡ് ഉണ്ട്. ട്രൈഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഫുൾ സെറ്റാണ്. ഞാൻ ഈ ലെറ്റ്സ് പ്ലേ അധികം ഒന്നും കണ്ടിട്ടില്ല കാരണം എനിക്ക് അന്ന് അറിയും കൂടി ഇല്ല എൻ്റെ അതൊക്കെ തുടങ്ങിയെന്ന്. ഓക്കെ, എന്തായാലും സെറ്റാണ് സംഭവം. ഈ വേൾഡ് ബെഡ് റോക്കിലാണ്, അതിനെക്കൊണ്ട് ഞാൻ പറയാം. നല്ല ഹാർഡാണ്. ബെഡ് റോക്ക് കളിക്കാൻ ഭയങ്കര ഹാർഡാണ്. ഞാൻ ജാവ കളിച്ചതിൻ്റെ ശേഷം എനിക്ക് ബെഡ് റോക്ക് നല്ല ഹാർഡ് തന്നെയാണ്. ജാവ കളിച്ചപ്പോൾ ഡ്രാഗനൊക്കെ കൊല്ലാൻ ഭയങ്കര എളുപ്പം തന്നെയാണ് ഞാൻ പറഞ്ഞ. സോ ഗൈസ്, നമുക്ക് ഓക്കെ ഇതാണ് വേൾഡ്. വല്ലാണ്ടൊന്നുമില്ല, എന്നാലും കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തിൽ സുധി നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. സോ നമുക്ക് മുകളിലോട്ട് കയറിയേക്കാം. ഇവിടെ വലിയൊരു ഇതുണ്ട്. പിന്നെ വിതർ സ്കെൽറ്റിൻ്റെ ഹെഡൊക്കെ അതവിടെ അവിടെ ജൂക്ക് ബോക്സും സാധനങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഇവിടോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് പോകാൻ വഴി. ഓക്കെ, നമ്മൾ സാധനങ്ങൾ നോക്കിയില്ല അല്ലേ? ചെസ്റ്റിൽ എന്തൊക്കെയാണല്ലോ നോക്കിയില്ല. നമ്മൾ അടിച്ചു മാറ്റാനാണ് വന്നത്. നമ്മൾ മറന്നു പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതെ, ഇവിടെ ഡയമണ്ട്. ഇതും കൂടി നമുക്ക് എടുത്തേക്കാം. കാരണം കീ ഫ്രെയിമിലുള്ള എത്ര ഡയമണ്ടാടാ! ഫുൾ അടിച്ചു മാറ്റാം ഗൈസ്. ഈ ഡയമണ്ടിൻ്റെ ടൂൾസും ഫുൾ അടിച്ചു മാറ്റാം. ടോട്ടൊക്കെ ഫുൾ എടുക്കുക. എമറാൾഡ് ഇതാ, നമുക്ക് വില്ലേജറിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങാം. സെറ്റാ ഗൈസ്. ഇത് ഒരു ഷൾക്കറും കൂടി എടുക്കാം. നമുക്ക് ഷൾക്കറിലെന്താ അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ മതിയല്ലോ, അതാവുമ്പോൾ സുഖം. പിന്നെ എതറായിട്ട് ഫുള്ള് എന്തൊക്കെയാടാ അവര്. ഇതേതാ കളർ നോക്കി നോക്കണം ഗൈസ്. ബക്കറ്റ് ആക്സിലോട്ടില്ലേ മഞ്ഞയാവോ? ഏതാണോ? എനിക്ക് തോന്നുന്നു മഞ്ഞയാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ. ഇതൊക്കെ കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മ ഉള്ള പോലെ തോന്നുന്നുണ്ട്. മഞ്ഞേനെ തോന്നുന്നു, ഓർമ്മ ഉണ്ട്. നമുക്ക് ഇതിന്ന് 2 വുഡ് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ഷൾക്കർ ഉണ്ടാക്കാം. നമ്മൾ അതേ ഒരു ഷൾക്കർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഉള്ള സാധനങ്ങൾ മൊത്തം അതിലോട്ട് ഇടാം. ഓക്കെ, നമുക്ക് എൻഡർ ചെസ്റ്റിൽ ഇതിലേക്ക് എൻഡർ ചെസ്റ്റിൽ ഇടാൻ നോട്ടെ. നമുക്ക് വാട്ടർ ബക്കറ്റും കയ്യിലേക്കാം. നമുക്ക് ഈ ബക്കറ്റ് സാധനങ്ങളൊക്കെ ഇതിലോട്ട് ഇടാം. വെയിറ്റ്. ഈ ഗോൾഡ് നമുക്ക് ബ്ലോക്ക് ആക്കാം. യെസ്, ബ്ലോക്ക് ആക്കിയിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതിലോട്ട് ഇടാം. അയണ് ഫുള്ള് സാധനം കേട്ടോ. എന്തായാലും നമ്മൾ ഫുള്ള് അടിച്ച് മാറ്റുന്നുണ്ട്. നിങ്ങൾ ആരും സുധീനോട് പോയി പറയുകയൊന്നും ചെയ്യരുത്. നീ മോശമാണ് സംഭവം. രാത്രി കിടന്നേക്കാം. ഓക്കെ, രാവിലെ ഈ സംഭവം പുതിയ ആനിമേഷൻ വന്നിട്ടില്ലേ? ഞാൻ ആദ്യമൊക്കെ വേറൊരു രീതിയാണ്. പിന്നെ ഗൈസ്, നമ്മളെ മൈൻക്രാഫ്റ്റ് പുതിയ മോബ് ഇറക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയത്തില്ല. മൈൻക്രാഫ്റ്റ് പുതിയ മോബ് ഇറക്കുന്നുണ്ട്, പിന്നെ ഹാപ്പി കാസ്റ്റ്. അത് സംഭവമാണ്. പിന്നെ ഷെയ്ഡേഴ്സ്, അതെനിക്ക് നല്ല ഇഷ്ടമായി. ഷെയ്ഡേഴ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഹാപ്പി കാസ്റ്റിനേക്കാളും. കാരണം ബെഡ് റോക്ക് കളിക്കുന്നത് ഞാൻ ആദ്യം മുതലേ ഫോണിൽ കളിക്കുന്ന ആളാണ്. അപ്പോൾ ഫോണിൽ കളിക്കുമ്പോൾ നമുക്കറിയാം ഈ ഷെയ്ഡേഴ്സ് കാര്യങ്ങളൊന്നും അധികം പണ്ടൊക്കെ കുറേ മുന്നേയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഷെയ്ഡേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ലാഗാണ്. പക്ഷെ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണെന്ന് നടക്കില്ല. പുതിയ മോബ് ഇറങ്ങുന്നത് വെച്ചാൽ സാധാരണയാണ്. കാരണം കുറേ പുതിയ മോബ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഹാപ്പി കാസ്റ്റ് നല്ലൊരു സംഭവം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുതിയ മോബായിട്ട് ട്രയൽ ചാമ്പറിൽ എത്രയോ മോബ് വന്നിട്ടുണ്ട്. സോ അതൊക്കെ മോബ് ഇറങ്ങുന്നത് നോർമലായിട്ട്. പക്ഷേ ഷെയ്ഡേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ ഇതുവരെ വന്നില്ലല്ലോ. സോ അതിന് നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ അതിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല
സോ നമുക്ക് ആ അപ്ഡേറ്റ് നമ്മൾ ജാവയിൽ വന്ന ഞാൻ ഉടനെ ഇടുന്നുണ്ട് കേട്ടോ. മറ്റേ ഹാപ്പി ഗാസിൻ്റെ അപ്ഡേറ്റ് മറ്റേ സ്നാപ്ഷോട്ട് ഇറങ്ങല്ലോ ജാവയിൽ. സോ അത് ഞാൻ ഇടുന്നുണ്ട്. സോ ഗൈസ് ഇവിടെ അതേ ബീട്രൂട്ട് ഫാം കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അവിടെ ഇപ്പം എന്താ ഈ സാധനം ഈ റവീന് കസ്റ്റാർ റവീൻ ഗൈസ്. ആദ്യമൊക്കെ റവീന എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. ഇതേ റവീന് നല്ലതായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വാട്ടർ ബക്കറ്റ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ 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 എടാ ജസ്റ്റ് ആയിന്നടാ. ജസ്റ്റ് ചെറിയൊരു ടോട്ടം കഴിഞ്ഞില്ലേ. ഷെൽക്കർ ബോക്സിലുണ്ട്. ഇന്ന് കുറച്ചെടുത്തേ ഗൈസ്. ഓക്കെ നമുക്ക് എടുത്തുണ്ട്. അല്ല എടുത്ത് എന്താ എടുക്കാനും മറക്കാം. രണ്ടെണ്ണം എവിടെ രണ്ടെണ്ണം എടുത്തേക്കാം. ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ എന്താ അറിയത്തില്ല. സത്യം പറയലേക്ക് അറിയത്തില്ല. ഞാൻ അതുവരെ കണ്ടിട്ടില്ല. വീഡിയോ ഒന്നും അധികം കണ്ടില്ല. നമുക്ക് ഇവിടുന്ന് ഒരു ക്ലച്ച് അങ്ങോട്ട് ചെയ്താലോ. എന്താ പറയുന്നത്, ഇവിടുന്ന് ഒരു ക്ലച്ച് അങ്ങോട്ട് ചെയ്താലോ. ടോട്ടം കയ്യിലേക്കാ പറയാൻ പറ്റില്ല. എനിക്ക് ഇന്നെ തന്നെ വിശ്വാസമില്ല. യെസ് സാർ ഗൈസ് ആയി ക്ലച്ചായി. ഓക്കെ ഇവനെ നമുക്ക് മുകളിലോട്ട് പറഞ്ഞിടാം ഗൈസ്. കാരണം ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും മുകളിലോട്ട് ഇവനെ പറഞ്ഞു വിട്ടേക്കാം. നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് കണ്ണൊത്തിക്കുക. സോ ഗൈസ് അവൻ മുകളിലെത്തിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ അവൻ മുകളിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മുകളിലെത്തി. ഞാൻ കയറ് കെട്ടി മുകളിലെത്തിച്ച്. അല്ല ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ലല്ലോ. ഇത് വിതറിനെ കൊല്ലാൻ വേണ്ടി ആക്കിയതാണോ? എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ് വിതറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആക്കിയോ. അല്ലെങ്കിൽ ചിലപ്പോൾ മൈനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാവാനാ ചാൻസ് ഗൈസ്. എനിക്കറിയത്തില്ല എന്താണാവോ. നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് പോകാം. അല്ല വെറുതെ എന്തിനാ എങ്ങനെ പോണ്, നമുക്ക് അങ്ങോട്ട് തന്നെ പോയി വെറുതെ. ഗൈസ് നമ്മൾ ഇവിടോട്ട് വരുമ്പോൾ ഇവിടെ വലിയൊരു സ്റ്റോറേജ് സിസ്റ്റം കാണാൻ കഴിയും. ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ സംഭവം ഉണ്ട്. നമുക്കിനി മുകളിലോട്ട് പോവാം ഗൈസ്. വേഗം പോവാം. വീഡിയോയിൽ ഇനി അധികം ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഓൾമോസ്റ്റ് ഇത് തന്നെ ഉള്ളൂ ഗൈസ്. സുധീൻ്റെ വേൾഡ് തന്നെ ഉള്ളൂ. അധികമായിട്ടൊന്നും ഇല്ല ഇനി. ഓക്കെ സോ ഗൈസ് ഈ വേൾഡിൽ വെച്ചാൽ അധികമൊന്നുമില്ല ഗൈസ്. സുധി എന്ന് വെച്ചാൽ സംഭവം പണ്ടത്തെ സംഭവമാണ്, ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്. സോ അധികമൊന്നുമില്ല. സോ നമുക്ക് ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക ഗൈസ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കുറച്ച് ഡള്ളായിട്ടുണ്ട്. കാരണം എൻ്റെ എഡിറ്റിംഗ് ആണ്. അത് ഫയൽ ട്രാൻസ്ഫർ ആക്കിയപ്പോൾ ചെറുതായിട്ട് അങ്ങനെന്തൊക്കെയോ ആയി, ഗ്ലിച്ചൊക്കെ അടിച്ച്. അതിനെക്കൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ പറ്റ മോശമായി പോയി. പക്ഷേ അതിൻ്റെ മുന്നത്തെ 2 വീഡിയോ നല്ല നിങ്ങൾ റിവ്യൂസ് തന്നിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ഒരു പരിപാടിയും കൂടി ചെയ്യാണ്ട്. നമുക്ക് ഏതായാലും 2-3 ടോട്ടം നമ്മളെ കയ്യിലുണ്ട്. സോ നമുക്ക് ഇനി എന്തായാലും അതങ്ങ് വേസ്റ്റ് ആയി ഗൈസ്. നമുക്ക് മുകളിലോട്ട് അങ്ങ് പറക്കാം. എന്നിട്ട് കുറച്ചും കൂടി പോകാം. ഓക്കെ ഇത് മതി തോന്നാ. ഇത് ഓക്കെ വാട്ടർ ബക്കറ്റ് എന്തായാലും ആവുന്നില്ല ഗൈസ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഓക്കെ അത് ഓൾമോസ്റ്റ് ആയിരുന്നു ഗൈസ്. അത് ഓൾമോസ്റ്റ് ആയിരുന്നിട്ടാ കാര്യമായിട്ട് പറയണെങ്കിൽ. ഓക്കെ നെക്സ്റ്റ് ടോട്ടം. ഓക്കെ പോട്ടെ കുറച്ചും കൂടി. ഓക്കെ സോ ഗൈസ് നിങ്ങൾ ഈ നേരത്ത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് രസത്തിന് വേണ്ടിയിട്ട്. ഓക്കെ ഇത് ആയില്ല. ഓക്കെ ലാസ്റ്റത്തെ സംഭവമാണ്. ഒരു ഡോട്ടം കൂടി ഉണ്ട്. ഓക്കെ ലാസ്റ്റ് എത്ര റോക്കറ്റ് ഉണ്ടോ അത്രയും മറക്കാം. അല്ല കുറച്ചും കൂടി. ഓക്കെ അയ്യോ ടോട്ടം എടുത്തില്ല. ടോട്ടം ഓക്കെ അതും ആയില്ല. ഓക്കെ ഇനി ഒന്നും കൂടി ചെയ്ത് നോക്കാം. നമുക്കിത് അധികം ഹൈറ്റാക്കണ്ട. ടോട്ടൊന്നുമില്ല, ജസ്റ്റ് നോക്കി നോക്കാം. ഉത്ര ഹൈറ്റായത് എന്തോടാ. ഓക്കെ നമ്മൾ എന്തായാലും ചത്തിട്ടുണ്ട്. നല്ല കാര്യം. ഓക്കെ നമുക്ക് റീസ്പോൺ ആവാം. ഇവിടെ റീസ്പോൺ ആയതില്ലേ. നമുക്ക് ഇനി ഈ സാധനമായിട്ട് നമുക്ക് പോവാം ഗൈസ്. സുധിയണ്ണ വരുന്നതിൻ്റെ മുന്നേ നമുക്ക് പെട്ടെന്ന് മുങ്ങാം അവിടുന്ന്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ്. കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സബ് ചെയ്യുന്നില്ല. 300 സബ് ആക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ താങ്ക്സ് ഉണ്ട് ഗൈസ്. കാരണം പെട്ടെന്ന് 300 സബൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ താങ്ക്സ് ഗൈസ്. സോ ഗൈസ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. നമ്മൾ സാമ്രാജ്യ സെർവർ നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ
എല്ലാം കൂടി സെറ്റാക്കുന്നുണ്ട്. സോ എല്ലാവരും വരുന്നുണ്ട്. എക്സാം കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ടാണ് വരാത്തത്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ബൈ ഗൈസ്. സോ ഗൈസ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. സോ ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും ഒരു 3 ദിവസം ഇടവിട്ടിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. സോ ആ ചാലഞ്ച് എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് മറ്റേ മൈൻക്രാഫ്റ്റിലുള്ള കഴുതൻ്റെ ഫോട്ടോ ആക്കി വയ്ക്കും. ഓക്കെ. സോ ഗൈസ് അതും കൂടി പറയാനുള്ളൂ. ബൈ.